എപ്പോഴും ഞാൻ ഇരകളുടെ കൂടെയാണ് നിൽക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിൽ കയറിയപ്പോൾ മുതൽ എനിക്കെതിരെ ഇതുപോലെയുള്ള പരാമർശങ്ങൾ, വിമർശനങ്ങൾ, വ്യക്തിഹത്യകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഇലക്ഷൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വീണ്ടും വേണം കുത്തിപ്പൊക്കാൻ വേണ്ടി കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നതിൽ ഞാൻ അറിഞ്ഞത് സസ്നേഹം ശ്രീലേഖ എന്ന ചാനലിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പേര്, പീഡനത്തിനിരയായി മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2002 രജിസ്റ്റർ ചെയ്ത കേസ് 2003 പെൺകുഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ അതിന്റെ പ്രായം 20 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ചെറിയ കുട്ടി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ധാരണ പൊതുവെ വന്നത്. അതുകൊണ്ട് ആ കുട്ടി മൈനർ അല്ല, 18 വയസ്സിന് മുകളിലുള്ളതായിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് പോക്സോ കേസ് ഇതിനകത്ത് നിൽക്കില്ല. പോക്സോ കേസ് നിൽക്കില്ല എന്നുള്ള കാര്യം പോലീസ് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. കൂടാതെ ഈ കേസിനകത്ത് ഇതിലൊന്നും പെടാത്ത ഒരു വ്യക്തി, ഒരു അഡ്വക്കേറ്റ്, ഒരു സാധാരണ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഉദ്ദേശം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിന്റെ കുട്ടികളുടെ മാതാപിതാക്കൾക്കോ ഒന്നും ഒരു പരാതി, ബന്ധുക്കൾക്കോ ഒന്നും ഒരു പരാതി ഉള്ളതായി കാണുന്നില്ല. എന്റെ ഈ വീഡിയോ ഇറങ്ങിയിട്ട് 7-8 വർഷമായി. ഞാൻ വിരമിച്ച ശേഷം വീണ്ടും ആവർത്തിക്കുന്നു, ഒരു സ്ത്രീ, ഒരമ്മ, ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇത്രയധികം സ്ത്രീകൾക്കെതിരെയും കുറ്റകൃത്യങ്ങൾ നടന്ന അല്ലെങ്കിൽ അന്വേഷിച്ച കുട്ടികൾക്കെതിരെയും കേസ് അന്വേഷിച്ച് തെളിയിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഞാൻ ഇരകളുടെ കൂടെയാണ് നിൽക്കുന്നത്. അത് അവരുടെ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവരും, അവരും ആ കുട്ടികളും എല്ലാവരും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നതും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഇതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.